നമുക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഓവനൊന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് 1 കപ്പ് തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 സ്പൂൺ ഗ്രാമ്പൂ ഏലക്കയും പട്ടയും പൊടിച്ചതും 1 സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുത്ത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ നിന്ന് 2 സ്പൂൺ ഒന്ന് മാറ്റി വെക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി തണുക്കാൻ വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പിൽ നിന്നും തണുത്തതിന് ശേഷം ക്യാരറ്റും മുന്തിരിയും ക്യാരമലും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ വാനില എസൻസും 3 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മാറ്റി വെച്ച ക്യാരമൽ സിറപ്പും കൂടെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇനി സോക്ക് ചെയ്തെടുത്ത ക്യാരറ്റും മുന്തിരിയിലേക്കും മാറ്റി വെച്ചിരിക്കുന്ന മാവ് മിക്സ് ചെയ്തെടുത്ത് കുറേശ്ശെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ റൂം ടെമ്പറേച്ചർ പാലൊഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കേക്ക് തയ്യാറാക്കാനുള്ള പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ടാപ്പ് ചെയ്യാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ചൂടായ കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്യാം. 45 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. കേക്ക് നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ് ക്യാരറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്.